വായന ഞാൻ ഈ ഭാഷയുടെ കാര്യത്തിൽ ഞാനൊരു പ്രിക്കോഷ്യസായ കുട്ടിയായിരുന്നു. വെച്ചാൽ വളരെ നേരത്തെ വായിക്കാൻ പഠിച്ചതാണ്. ഒരു 2-3 വയസ്സൊക്കെ ആയപ്പോഴേക്കും 3 വയസ്സൊക്കെ ആയപ്പോഴേക്കും തന്നെ വായിക്കുകയും കണക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു. പക്ഷെ അത് പിന്നെ അന്നൊന്നും ആരും ഇന്നൊക്കെ ആണെങ്കിൽ വല്ല പിടിച്ച് വല്ല TV ഷോയിലൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തി കൊന്നേനെ. പക്ഷെ ഇന്ന് ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് പിതൃമേധാവിത്വ വിരുദ്ധമായ എല്ലാത്തരം രാഷ്ട്രീയങ്ങളുടെയും ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് വിളിക്കുക. 1985 കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകുന്ന മലയാളി സ്ത്രീകളുടെ എണ്ണം ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് പോണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് 1980s ഉണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് കുട്ടിയായിരുന്നു, കുട്ടിക്കാലത്ത് ഫെമിനിസ്റ്റ് ആയിരുന്നില്ലെന്നല്ല, അതെന്താന്ന് പോലും നമുക്കറിയില്ലല്ലോ. നമുക്കാകെ കുട്ടിക്കാലത്ത് കുട്ടികളെ പോലെ കളിക്കുക, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക. നമ്മൾ അന്നൊന്നും ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വീടിനുള്ളിൽ കഴിയുന്ന ഒരു ഇടപാടല്ല, വീട്ടിന് പുറത്ത് ചുരുളഴിയുന്ന ഒരു സംഭവമാണ് കുട്ടിക്കാലം. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 8 വർഷം ഒരു ആംഫീബിയൻ ആംഫീബിയൻ, അതായത് വെള്ളത്തിൽ കിടക്കുന്ന ജീവിയായിട്ടും, പിന്നെ ഒരു 3-4 വർഷം അർബോറിയൽ ആയിട്ട്, അതായത് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ജീവി. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കാലം. അത് കഴിഞ്ഞിട്ടേ മനുഷ്യനാവുള്ളൂ. അപ്പോൾ എപ്പോഴാണോ എനിക്ക് തോന്നുന്നു എപ്പോഴാണോ വായിക്കാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഗൗരവമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് ഈ സമൂഹം എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്ന് നമുക്ക് വെച്ചാൽ. അന്ന് കേരളത്തിൽ പ്രകൃതി വളരെ വലിയൊരു സാന്നിധ്യമാണ്. ഈ കുട്ടികളെ സമൂഹം എന്ന് പറയുന്ന ഈ ഒരു ഭയങ്കരമായ എന്താ പറയുക പൂർണ്ണമായ ഒരു തരം തടവറ പോലെയാണ് സമൂഹം. അതിൽ നിന്ന് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയ മഹാശക്തിയായിട്ട് നമ്മുടെ ചുറ്റും പ്രകൃതി നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്നും ഈ കാണുന്ന പോലെയൊന്നുമല്ല, മരങ്ങളുടെ പച്ച പോലും ഇല്ലെന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്, കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അതുപോലെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സീസൺസൊക്കെ, നമ്മുടെ മഴയായാലും വേനലായാലും അതിനൊക്കെ ഒരു താളം ഉണ്ടായിരുന്നു, അതിന് രുചികളുണ്ടായിരുന്നു, മണമുണ്ടായിരുന്നു. ഇപ്പം ഞാനൊക്കെ എൻ്റെ സമ്മർ, അതായത് വേനലിനെ കുറിച്ച് ഓർക്കുമ്പം ഒരു മണമാണ് ഓർക്കുന്നത്, മുല്ലപ്പൂവിൻ്റെ മണമാണ് ഓർക്കുന്നത്, മുല്ല പൂക്കുന്ന സമയമാണ്. അതുപോലെ അങ്ങനെ നിങ്ങളെന്നോട് ചോദിക്കുമ്പോൾ മാമ്പഴത്തിൻ്റെയും ചക്കയുടെയും ഒക്കെ രുചിയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വളരെ ആ രീതിയിൽ മനുഷ്യർ പ്രൊട്ടക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് മനുഷ്യർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും, മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന അപായങ്ങളും നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ പ്രകൃതി നമ്മളെ ഭയങ്കരമായി പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്കാലം എൻ്റെ ഫെമിനിസ്റ്റ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മളെ നമുക്ക് ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാന്ത്വനമുണ്ടല്ലോ, ഒരു പ്രൊട്ടക്ഷൻ, ആ നഷ്ടപ്പെട്ടു പോയതിനെതിരെ ഒരു പ്രതിഷേധമല്ലേ ഈ നമ്മുടെ ഈ പിതൃമേധാവിത്വത്തിനെതിരെയുള്ള സമരം എന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. വായന ഞാൻ ഈ ഭാഷയുടെ കാര്യത്തിൽ ഞാനൊരു പ്രിക്കോഷ്യസായ കുട്ടിയായിരുന്നു. വെച്ചാൽ വളരെ നേരത്തെ വായിക്കാൻ പഠിച്ചതാണ്. ഒരു
2-3 വയസ്സൊക്കെ ആയപ്പോഴേക്കും 3 വയസ്സൊക്കെ ആയപ്പോഴേക്കും തന്നെ വായിക്കുകയും കണക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു. പക്ഷെ അത് പിന്നെ അന്നൊന്നും ആരും ഇന്നൊക്കെ ആണെങ്കിൽ വല്ല പിടിച്ച് വല്ല TV ഷോയിലൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തി കൊന്നേനെ. അന്ന് പിന്നെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല. ഒരു പെറ്റിക്കോട്ട് ഇട്ട് ഇങ്ങനെ ഓടി നടക്കാം. അത് എൻ്റെ ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് എവിടെ ഇങ്ങനെ വലിഞ്ഞു കയറി മുതിർന്നവരൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കിരികിരാന്ന് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും വായിക്കും. എന്ന് വെച്ചാൽ സാധനമൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പർ അതും വായിക്കും. പിന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ എല്ലാ തരം മാസികകളും വരുത്തുന്ന വീടായിരുന്നു. എല്ലാത്തരം മാസികകൾ. അപ്പോൾ അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ കുങ്കുമം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് കൊല്ലത്ത്. അവരുടെ ഒരു 12-15 മാസികകളുടെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അതിൽ ഒരെണ്ണം ഒരു സോഫ്റ്റ് പോൺ മാസികയാണ്. അതടക്കം വായിക്കും. എന്താണെന്നൊന്നും പിടികിട്ടൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം ഒന്ന് പ്രയോഗിച്ച് നോക്കും. ബേസിക്കലി നമ്മൾ ഈ പഠിക്കുന്ന വാക്കുകളൊക്കെ പതുക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കും. അപ്പോൾ ചിലപ്പോൾ അടിയൊക്കെ കൊള്ളും. എന്തായാലും നമ്മൾ ആ റിസ്ക് എടുത്ത് അങ്ങനെയാണ് നമ്മൾ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രയോഗിച്ച് നോക്കിയാൽ എന്തായിരിക്കും റെസ്പോൺസ്. അപ്പോൾ ഈ ഹോർ എന്നുള്ള വാക്ക് അതെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ ഭയങ്കരമായിട്ടാണ് നമ്മളെ ഒരു മർദ്ദക സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പോൾ അയാൾ എന്നെ കുറേ ശല്യം ചെയ്തപ്പോൾ ഞാൻ അയാളെ ഹോർന്ന് വിളിച്ചു. അപ്പോൾ എനിക്കറിയാമോ ഹോർ എന്ന് പറഞ്ഞാൽ വേശ്യയാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. എൻ്റെ വിചാരം, നമ്മൾ ഒരു നോവൽ വായിച്ചപ്പം അതിൽ D.H. ലോറൻസിൻ്റെ ഒരു നോവൽ ആരോ എവിടെയോ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ വായിച്ചു. അതിൽ ഒരു അമ്മ, ഒരു തൊഴിലാളി വർഗ്ഗക്കാരിയായ അമ്മ ഒറ്റയ്ക്ക് ജീവിച്ച് ഒരു മകന് വേണ്ടി ജീവിച്ച് അവരെ ചെറുപ്പക്കാരിയാണ്, അവരൊരു പ്രായം, ഈ മകൻ വലുതാവും. അപ്പോൾ ഈ സ്ത്രീക്കൊരു കാമുകനുണ്ടാവും. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾ തേടി അതിനുള്ള പരിഹാരം തേടി അവർ നടക്കും. അപ്പോൾ ഈ മകൻ അത് കണ്ടുപിടിക്കും. അപ്പോൾ അമ്മയെ ഹോർന്ന് വിളിക്കുമ്പോൾ ഈ അമ്മ അങ്ങോട്ട് തകർന്നു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാളെ തകർക്കാനുള്ളൊരു വാക്കാണതെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത ചേട്ടൻ, എന്നെക്കാളും 7 വയസ്സ് മൂത്ത ഒരു ചേട്ടനുണ്ട്, അയാളെ ഞാൻ ഹോർന്ന് വിളിച്ചു. അയാൾ കോളേജിൽ പഠിക്കുന്ന ആളാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി കിടന്ന് ഭയങ്കരമായിട്ട് ഉരുണ്ട് കിടന്ന് ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഇത് ആ നോവലിൽ ഇത്ര ശക്തിയായിട്ട് ഉപയോഗിച്ചൊരു വാക്കല്ലേ, അത് ഇവരൊക്കെ ചിരിക്കുന്നത് എന്തിനാണ്. അപ്പോൾ ഞാൻ ഒന്നാമത് ഞാനിത് വാക്ക് എന്താണെന്ന് ഡിക്ഷണറി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളുടെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് വെച്ച് ഞാൻ കൊടുത്തത്. നോക്കുമ്പോഴല്ലേ ഈ ഓറെന്ന് പറഞ്ഞാൽ വേറെയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഓറെന്ന് വെച്ചാൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ഇതെന്താ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടായ എൻട്രി ഫോളൻ വുമൺ എന്നൊക്കെ. അപ്പോൾ ഇത് ഫോളൻ വുമൺ, അപ്പം മറിഞ്ഞു വീണ സ്ത്രീയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പതുക്കെ ഞാൻ ചെന്ന് അമ്മയുടെ അടുത്ത്, അല്ല അമ്മ ഈ ഫോളൻ, അമ്മ ഇവിടെ തിരിച്ചിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് വെച്ച് വായിക്കുന്നത്. അപ്പം ഞാൻ വേഗം, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏതാണ്ട് സൂത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ നല്ല സ്ത്രീകളും ചീത്ത സ്ത്രീകളും ഉണ്ട്. അതായത് ഇങ്ങനെ ഭർത്താവില്ലെങ്കിലും മറ്റ് പുരുഷന്മാരുടെ അടുത്തേക്കൊക്കെ പോകുന്ന സ്ത്രീകൾ, അത് ഫോളൻ സ്ത്രീകളാണ്. അപ്പം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, അപ്പോൾ ഈ ഫോളൻ ആണെങ്കിൽ മറ്റേവർ നൂന്ന് നിൽക്കുന്ന സ്ത്രീകളൊന്നും കൂടി നമ്മൾ പറയണ്ടേ, സ്റ്റാൻഡിങ് അപ്പ് എന്നൊക്കെയോ, അങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റാൻഡിങ് അപ്പ് വിമൻ അങ്ങനെയൊക്കെ പറയാമോ. അപ്പോൾ ഒന്നുമില്ല, ഓടിച്ചു വിടും, എന്ത് ചോദിച്ചാലും ഓടിച്ചു വിടും. അപ്പോൾ എന്ത് ചോദിച്ചാലും ഓടിച്ചു വിടും എന്നുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അനിയൻ ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു. അദ്ദേഹം മാത്രമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ളൊരു മറുപടി തരുന്നത്. അത് തന്നെ ആരും കേൾക്കാതെ മാറ്റി നിർത്തിയൊക്കെയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കുടുംബത്തിൽ അച്ഛനൊരു ഉത്തരവാദിത്തപ്പെട്ട മകനും ഭർത്താവും ഒക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞാൽ അദ്ദേഹത്തിന് ചീത്തപ്പേരാണ്. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളല്ല, വേറെ പല ഇതുപോലത്തെ ഈ മെറ്റഫേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവാത്ത, ഈ സാഹിത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവാത്ത മെറ്റഫേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കാൻ പറ്റത്തില്ല വീട്ടിൽ. ഈ സാഹിത്യത്തിൽ ഈ സാഹിത്യകാരനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എൻ്റെ റിക്വസ്റ്റുകളൊക്കെ സമ്മതിച്ചിരുന്നത്. അപ്പം അത് മാറി നിന്ന് വേണം. അപ്പോഴെനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത് അങ്ങനെയാണ്. നമുക്ക് എന്ത് പറയാനാകും, എന്ത് പറഞ്ഞുകൂടാ, മനസ്സിലായ അങ്ങനെയൊക്കെയാണ് ഈ വായന തുടങ്ങിയത്. അത് ഈ കേരളത്തിലെ നമ്മൾ ഫെമിനിസം എന്താണെന്ന് ആദ്യം പറഞ്ഞാലേ ബാക്കി ഉത്തരം പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഫെമിനിസം എന്നുള്ളത് കേരളത്തിൽ സ്ത്രീപക്ഷം എന്നാണ് പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് സ്ത്രീ എന്നൊരു കാറ്റഗറിയെ കേന്ദ്രീകരിച്ച് ഉണ്ടായി വരുന്ന ഒരു രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇന്ന് ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് പിതൃമേധാവിത്വ വിരുദ്ധമായ എല്ലാത്തരം രാഷ്ട്രീയങ്ങളുടെയും ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഭരണകൂടം പലപ്പോഴും
കീഴ്ജാതി പുരുഷന്മാരെ വല്ലാതെ ആക്രമിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഹാരസ്മെൻറ്റ് നിയമപ്രകാരം ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്നത് ഇവിടുത്തെ ദലിത് OBC പുരുഷന്മാരാണ്. എന്ന് വെച്ച് ഉന്നതജാതി പുരുഷന്മാരെല്ലാം പുണ്യാളന്മാരല്ല ആണെന്നല്ലല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ ഈ ശരിക്കും ഭരണകൂടം അവിടെ ചെയ്യുന്നത് ഒരു മഹാപുരുഷത്വമായിട്ട് മാറി ഈ ചെറു പുരുഷത്വങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയത്തിന് സ്ത്രീകൾ പിതൃമേധാവിത്വത്തിന് വിധേയരായി അനുഭവിക്കുന്ന അവസ്ഥകളോട് ചില സാമ്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ ശരിക്കും ഈ എന്താ പറയുക, ഫെമിനൈസ് ചെയ്യുക ചെയ്യുന്നത്. അവർക്ക് സ്ത്രീ ഏതവസ്ഥയിലാണോ ശബ്ദമില്ലാതെ ശബ്ദം ഇല്ലാതെ കഷ്ടപ്പെടുന്നത്, അതേപോലെ ചില പ്രത്യേക പുരുഷന്മാർ, തൊഴിലാളി വർഗ പുരുഷന്മാരായിരിക്കാം, കീഴ്ജാതി പുരുഷന്മാരായിരിക്കാം, അവരെ ശബ്ദമില്ലാതെ കാക്കുമ്പോൾ അവരെ സ്ത്രീകളെ പോലെ ആക്കുകയാണ്, സ്ത്രീകളുടെ അവസ്ഥയിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾക്കെതിരെയുള്ള രാഷ്ട്രീയങ്ങളെയാണ് നമ്മൾ ഫെമിനിസം ഇന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൽ ഒരു ഏകദേശം ഇപ്പോൾ അങ്ങനെ നമ്മൾ സ്ത്രീപക്ഷമാണ് ഫെമിനിസ്റ്റ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ, അങ്ങനത്തെ ഒരു ലിമിറ്റഡായ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഏകദേശം ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഡെക്കേഡ്സ് മുതൽ തന്നെ അങ്ങനത്തെ ഒരു വോയിസ് ഉണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വോയിസ്. ഇപ്പോൾ 1920കളുടെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇവിടെ വരേണ്യ സ്ത്രീകളിൽ കുറേ പേര് കോളേജുകളിലൊക്കെ പോയി BA പാസ്സായി അങ്ങനെ ഒഫീഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവരായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്ത്രീകൾക്ക് റിസർവേഷൻ വേണം ഗവൺമെൻറ് ജോലിയിൽ എന്ന് പറഞ്ഞിട്ട് അവർ 1929 തിരുവിതാംകൂർ രാജാവിന് നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പം മുതൽ ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്നൊരു വോയിസ് നമുക്ക് കേൾക്കാം. 1930s നിയമസഭകളിൽ സ്ത്രീകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള അംഗങ്ങളുണ്ട്. അവർ വളരെ ശക്തമായിട്ട് സ്ത്രീകളുടെ പക്ഷം പറയുന്നുണ്ട്. അവരുടെയൊക്കെ പല ശ്രമങ്ങൾ കൊണ്ടാണ് ഇപ്പം സ്ത്രീകൾ ഫോർ എക്സാമ്പിൾ നേഴ്സിങ്ങിലോ അല്ലെങ്കിൽ ടീച്ചിങ്ങിലോ ഒക്കെയുള്ള സ്ത്രീകൾക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനൊക്കെ ഉള്ള അനുവാദം നേടിയെടുത്തത് ഈ പറഞ്ഞ സ്ത്രീകളാണ്. മറ്റേത് കല്യാണം കഴിച്ചാൽ അപ്പം തന്നെ പിരിച്ചുവിടും. അതുപോലെ പോലീസ് സേനയിലേക്കൊക്കെ സ്ത്രീകളെ എടുക്കാനും അങ്ങനെ ഒരു വോയിസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് വോയിസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശരിക്കും അതിന് ശേഷം ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെമിനിസം 1970s ഉണ്ടാകുന്നതിന് ശേഷമാണ്. കേരളത്തിൽ 80കളിലൊക്കെയാണ് നമ്മൾ അത് കേട്ട് തുടങ്ങുന്നത്. ഇന്ത്യയിലാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ 1970s മുതൽ തന്നെ കേൾക്കുന്നു. 80s ശരിക്കും ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ഈ എന്താ പറയുക, ഈ സ്ത്രീ തൊഴിലാളികൾ 1980s കേരളത്തിൽ കൃഷി ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോകുന്ന ഒരു സമയം, പരമ്പരാഗത വ്യവസായങ്ങൾ ചുരുങ്ങിപ്പോകുന്ന സമയം. എന്നാൽ വരേണ്യ കുടുംബങ്ങളിലെ സ്ത്രീകൾ വലിയ തോതിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന സമയം 1985 കട്ട് ഓഫ്. അത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ അറിയാം. 1985 കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകുന്ന മലയാളി സ്ത്രീകളുടെ എണ്ണം ഗ്രാഫ് ഇങ്ങനെയാണ് പോണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് 1980s ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ നിന്ന് പുറത്തായ സ്ത്രീകളെ സംഘടിപ്പിക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടക്കുന്നു. അതാണ് സേവാ കേരള എന്നൊക്കെയുള്ള പേരിൽ ഇപ്പം നമ്മൾ അറിയുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെയുള്ള ശ്രമങ്ങൾ, അതൊന്ന് ആ സംഘാടന ഒരു വശത്ത്. അപ്പോൾ അവർ ശ്രമിക്കുന്നത് ഒരേപോലെ സ്ത്രീകളെ ഈ വിപണിയിൽ, അതായത് സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടാനുള്ള ഇടപെടലുകൾ, അവരുടെ കുടുംബത്തിൽ അവർ നേരിടേണ്ടി വരുന്ന മർദ്ദനങ്ങളെ കുറയ്ക്കാനും അതിനെ എതിരിടാനുമുള്ള ഒരു ശ്രമം. ഇത് മാത്രമല്ല, അവരെ പൊതുരംഗത്ത്, അതായത് ഈ നമ്മുടെ മൂന്ന് പൊതുരംഗങ്ങളിൽ പബ്ലിക്കിൽ അവരൊരു ഫോഴ്സായിട്ട് മാറുക, ഗവൺമെൻറ്റുമായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ പാകത്തിലുള്ളൊരു ശക്തിയാണ്. അതാണ് ഈ സേവാ കേരള പോലെയുള്ള ഒരു ഇതുണ്ടാകുന്നത്. പിന്നെ അതല്ലാതെ വേറൊരു ഫെമിനിസം ആ സമയത്ത് ഉണ്ടാകുന്നത് ഈ നമ്മുടെ അജിതയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാകുന്ന ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളിലെയാണ്. അപ്പോൾ അവർ അധികവും വരേണ്യ സ്ത്രീകൾക്കിടയിൽ പക്ഷെ പൊളിറ്റിക്കലാണ്. അതായത് ഇതൊരു ഈ ആൺ പെൺ ഭേദം എന്നുള്ളത് ഒരു എന്താ പറയുക, ജീവശാസ്ത്രപരമായ ഒരു പ്രശ്നമല്ല, മറിച്ച് അതൊരു അധികാര പ്രശ്നമാണ്, അതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ പരിഹരിക്കണം എന്ന് തിരിച്ചറിയുകയും ഭരണകൂടം ശരിക്കും പിതൃമേധാവിത്വത്തിൻ്റെ ഒരു ഉപകരണമാണ് എന്ന് മനസ്സിലാക്കി അതിനെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന, നമുക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ ഫെമിനിസം എന്ന് വിളിക്കാവുന്ന ഒരു ശാഖ ഇവിടെ ഒരു വശത്തുണ്ടാകുന്നു. മറുവശത്ത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള
സംഘടനകളിലൂടെ ഈ നമുക്ക് വേണമെങ്കിൽ ഡെവലപ്മെൻ്റലിസ്റ്റ് ഫെമിനിസം എന്ന് വിളിക്കാവുന്ന മറ്റൊരു ശാഖ, അതായത് വികസനത്തിലൂടെ, അതായത് ചെറിയ ഇൻക്രിമെൻ്റലായ മാറ്റങ്ങൾ. മറ്റേതങ്ങനെയല്ല, ഫെമിനിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ചൊക്കെയാണ് സ്വപ്നം കാണുന്നത്. സാറ ടീച്ചറിൻ്റെ എഴുത്തൊക്കെ വരുന്നത് ഈ പൊളിറ്റിക്കൽ ഫെമിനിസത്തിൻ്റെ ഉള്ളിലാണ്. ഭരണകൂടത്തിന് വിശ്വാസമില്ല. ഇതിലങ്ങനെയല്ല, ഭരണകൂടത്തിലൂടെ റിഫോമിലൂടെ, റെവല്യൂഷനല്ല, റിഫോമിലൂടെ കുറേശ്ശെയായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയും അവരെ വീട്ടിൽ പതുക്കെ പുറത്തു കൊണ്ടുവന്നും ഒക്കെ അവരെ മാറ്റി അതായത് വികസന പരിപാടികളിലൂടെ അവരെ പിതൃമേധാവിത്വത്തിൽ നിന്ന് അകറ്റിയെടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റലിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു ഫെമിനിസം വേറൊരു സൈഡിൽ കൂടെയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ധാരകളാണ് 1980s അവസാനമാകുമ്പോൾ കേരളത്തിലുള്ളത്. 90s ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ബേസിക്കലി സോവിയറ്റ് യൂണിയൻ തകർന്നു പോകുന്നു. സോവിയറ്റ് യൂണിയൻ തകരുന്നതോടെ സോഷ്യലിസം വലിയ പ്രതിസന്ധിയിലാകുന്നു. ഇന്ത്യയിലാണെങ്കിൽ നവലിബറൽ നയങ്ങൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം ഒക്കെ നയങ്ങളിലൂടെ ഇവിടെ ചുരുളഴിയാൻ തുടങ്ങുന്നു. അപ്പോൾ മാത്രമല്ല 1995 ആകുമ്പോഴേക്കും ലോകം മുഴുവനും ഇനി ഒരു നവലിബറൽ ജനാധിപത്യ വ്യവസ്ഥയിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവുകയും ഈ 95 ബെയ്ജിങ് വലിയ സമ്മേളനം നടക്കുന്നിടത്താണ് ശരിക്കും ഈ ജെൻഡർ മെയിൻ സ്ട്രീമിങ്, അതായത് ഈ ഫെമിനിസ്റ്റുകൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടില്ല, അതായത് ഈ ഡെവലപ്മെൻ്റലിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ് എല്ലാ ഗവൺമെൻറ്റിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം എന്നൊക്കെയുള്ള. അതിനെ സഹായിക്കുന്ന തരത്തിൽ ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ആഗോള തലത്തിൽ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കേണ്ട ഒരു സംഗതിയായിട്ട് വരുന്നത്. അപ്പം കേരളത്തിൽ നിന്നുമൊക്കെ കുറേ ഫെമിനിസ്റ്റുകൾ ആ സമ്മേളനത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഭരണകൂടത്തെ സംശയത്തോടെ കൂടെ നോക്കുന്നത്, അവരായാലും ശരി ഈ ഡെവലപ്മെൻ്റലിസ്റ്റുകളായാലും ശരി, ഈ രണ്ട് കൂട്ടരും ശരിക്കും ഈ ആഗോളവൽകൃത ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് ഫെമിനിസത്തിന് രണ്ട് തരത്തിൽ വിധേയരാകുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പൊളിറ്റിക്കൽ ഫെമിനിസം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾ ഓർക്കണം, സോവിയറ്റ് യൂണിയൻ തകരുന്നതോടെ ഇവിടുത്തെ പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ വലിയ പ്രതിസന്ധിയിലായി. കാരണം അവരുടെ സോഷ്യലിസ്റ്റ് റിയലിസം ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. സോഷ്യലിസം തന്നെ ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ അതിന് പകരം അവർ പലപ്പോഴും ഈ ഫെമിനിസ്റ്റ് സാഹിത്യത്തെ സ്വായത്തമാക്കാൻ നോക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ. അപ്പം CS ചന്ദ്രിക പോലെയുള്ള ആളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു CPMൻ്റെ ഒപ്പം, CPM ആയിരുന്നു അവരെപ്പോഴും, പക്ഷേ CPMൻ്റെ ഉള്ളിൽ ഈ ഫെമിനിസ്റ്റ് റിയലിസം എന്നൊക്കെ വിളിക്കാവുന്ന പോലത്തെ ഒരു കഥ പറച്ചിൽ ശൈലി അത് അവർ കൊണ്ടുവരുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ അങ്ങനെ ഒരു പാകപ്പെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ പാകപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിൽ, അതായത് പഞ്ചായത്തി രാജിൽ പിന്നെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പ്രോജക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇവരെല്ലാവരും ട്രെയിനർമാരായിട്ടും NGOമാരായിട്ടും ഒക്കെ അങ്ങ് ഇഴചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ 90കളുടെ അവസാനത്തിൽ പൊളിറ്റിക്കൽ ഫെമിനിസം കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ അവരെ എതിർത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈംഗിക പീഡനത്തിൻ്റെ കേസുകളിലാണ്. അപ്പം കുട്ടികൾ നിങ്ങൾക്കറിയാമല്ലോ മറ്റേ പല കേസുകളും, അതായത് സൂര്യനെല്ലി, അതിന് മുമ്പ് മറ്റേ ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ പൊളിറ്റിക്കൽ ഫെമിനിസം ശക്തമായ രീതിയിൽ പിന്നെ രാഷ്ട്രീയക്കാരെ എതിരിടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് സൂക്ഷിച്ച് കളിക്കേണ്ട ഒരു കളിയാണ്. അതായത് നമ്മൾ ഇത്തരം ഈ ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ചിലപ്പം ഒരുതരം ലൈംഗികമായ യാഥാസ്ഥികത്വത്തിലോട്ട് അങ്ങ് കുത്തിപ്പോവും. ലൈംഗിക പീഡനത്തിനെതിരെയെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ ഇടതും വലതും ഒരുപോലെ നിൽക്കാമല്ലോ, പക്ഷേ ഇടതിന് വേറെ കാരണങ്ങളുണ്ട്. അത് ആ സ്ത്രീയുടെ ശരീരം വയലേറ്റഡായി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. വലതുപക്ഷത്തിന് അങ്ങനെയൊന്നുമല്ല. സമുദായത്തിൻ്റെ മാനം, കുടുംബത്തിൻ്റെ മാനം, ഇപ്പം മാനഭംഗം എന്നൊക്കെയുള്ള അത്തരത്തിലാണ് വലതുപക്ഷം ഇതിനെ കാണുന്നത്. പക്ഷേ രണ്ട് കൂട്ടർക്കും വേണമെങ്കിൽ സംഗമിക്കാം, രണ്ടുപേരും ഇതിനെതിരാണല്ലോ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഫെമിനിസം അതിൻ്റെ പ്രധാനപ്പെട്ട പ്ലാങ്കായിട്ട് ഈ ലൈംഗിക പീഡന വിരുദ്ധ സമരങ്ങളെ എടുത്തപ്പോൾ ഇത് കെയർഫുൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരുപാട് ശക്തികളെയും ഇവർ അറിയാതെയാണെങ്കിലും ഇവർ എന്താ പറയുക തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവർക്കൊരു പ്രത്യേകത, അങ്ങനെ ഒരു പാകപ്പെടലുണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു പാകപ്പെടൽ, അതായത് സ്ത്രീകളുടെ മാനം, അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനമാണെങ്കിൽ പോട്ടെ,
അവരുടെ കുടുംബത്തിൻ്റെ മാനം, അവരുടെ വീട്ടിലെ ആണുങ്ങളുടെ മാനം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പാകപ്പെടൽ അവർ ചെയ്തു എന്നല്ല, അവരുടെ വ്യവഹാരത്തെ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് ഇത്തരത്തിലങ്ങ് ആയിപ്പോയി. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലങ്ങ് അമർന്നു പോകുന്നുണ്ട്. അപ്പം ഇതേ സമയത്ത് ആഗോളതലത്തിൽ ഫെമിനിസം ഈ പറഞ്ഞ പോലെ അമേരിക്കൻ വരേണ്യ സ്ത്രീകളുടെ കയ്യിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന വരേണ്യ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ്. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ ആൺ പെൺ എന്നുള്ളതാണ് അടിസ്ഥാന വകഭേദം. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ മർദ്ദകരാണ്. അപ്പോൾ അവരെ അകറ്റി നിർത്തിയിട്ടുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ വിഭാവനം ചെയ്താലേ സ്ത്രീ വിമോചനം സാധ്യമാകുള്ളൂ എന്ന് പറയുന്നവരാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ് ശരിക്കും ആഗോള തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയിലെ ഫെമിനിസ്റ്റ് വൃത്തങ്ങൾ അവർ ഈ അവിടുത്തെ വലതുപക്ഷം തീവ്ര ക്രിസ്ത്യൻ റൈറ്റുമായിട്ട് ഒരു പ്രത്യേക തരത്തിലൊരു അലയൻസ് ഉണ്ടാക്കുകയും ഈ യു എൻ തലങ്ങളിൽ, അതായത് അന്താരാഷ്ട്ര ബോഡികളിൽ ഇത്തരം ഒരു ഫെമിനിസം, അതായത് സെക്സ് വർക്കിനെതിരെ പൊതുവേ ഈ പുരുഷന്മാരെ കഠിനമായി ശിക്ഷിക്കണം എന്ന് പറയുന്നതിന്, അതായത് എല്ലാ ലൈംഗിക പീഡന ശ്രമങ്ങളും എല്ലാ ലെവലിലും ഒരുപോലെയാണ്. അതായത് നിങ്ങളുടെ സ്ത്രീ പിച്ചിയാലും നിങ്ങളുടെ സ്ത്രീയെ ബലാത്സംഗം ചെയ്താലും ഒരുപോലെയാണ്. അപ്പോൾ ഒരേ ശിക്ഷ രണ്ട് കൂട്ടർക്കും കൊടുക്കണം എന്ന് പറയുന്ന തരത്തിൽ ഞാനിത് ഓഫ് കോഴ്സ് ഇതിനേക്കാൾ കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നതുകൊണ്ട് ഇത്തരത്തിൽ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതിനേക്കാളും സോഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു ആ പൊസിഷൻ. എന്തായാലും പക്ഷേ അത് ആൾക്കാർ ഭരണകൂടങ്ങൾ വായിച്ചെടുത്തത് ഇങ്ങനെയാണ്. അതായത് ഇപ്പം ഒരു കമൻ്റ് അടിച്ചാലും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താലും എല്ലാം ഒരേപോലെയാണെന്നുള്ള പോലെ ഒരു ഗ്രേഡഡ് പണിഷ്മെൻ്റ് അല്ല വേണ്ടത്, ഒരു വളരെ ശക്തമായ, അതായത് ഒരിക്കലും പിന്നെ തലപൊക്കാൻ പറ്റാത്തത്ര ഊക്കിനൊരടി ആണ് ഇതിനെല്ലാം കൊടുക്കേണ്ടതെന്ന് ഒരു സമവായം ഈ അന്താരാഷ്ട്ര ഗ്ലോബൽ ഫെമിനിസത്തിലുണ്ടാകുന്നത്. അത് ഇവിടുത്തെ നമ്മുടെ നിയമനിർമ്മാണത്തിലേക്കുമൊക്കെ പലതരത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ അതേസമയം ഇപ്പോൾ കാനഡ പോലൊരു രാജ്യത്ത് ഫോർ എക്സാമ്പിൾ അവിടെ ഗ്രേഡഡ് പണിഷ്മെൻ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയെ ഇവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം ചെയ്ത തെറ്റിനൊത്ത ശിക്ഷയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും ഒരേ ശിക്ഷ കൊടുക്കുന്നതുകൊണ്ട് ഈ ആണുങ്ങളോട് സിമ്പതി ഉണ്ടാക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ആ സ്ത്രീയോട് ശരിക്കും മിസ്ബിഹേവിയർ തന്നെയായിരുന്നു. ഈ തന്തകളിയൊന്നും അത്ര നല്ലതൊന്നുമല്ല. അത് ജോലി സ്ഥലത്തല്ലായിരുന്നു തന്ത കളിക്കേണ്ടത്. പക്ഷേ അയാൾക്കെതിരെ വന്ന ആരോപണം എന്താണ്? സെക്ഷൽ ഹാരസ്മെൻറ്റിൻ്റെ ആരോപണമാണ്. മനസ്സിലായോ? അപ്പം നാട്ടിലുള്ള ആണുങ്ങൾ മുഴുവൻ അയാളുടെ ആൾക്കാരായി ശ്രദ്ധിക്കുന്നു. അയ്യോ പാവം സുരേഷ് ഗോപി, ഇടതുപക്ഷക്കാരടക്കം പറയാൻ തുടങ്ങി പാവം സുരേഷ് ഗോപി. പക്ഷേ അതേസമയം അയാൾക്ക് ഈ തന്ത കളിച്ചതിനാണ് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോൾ സ്ത്രീ ശരീരം, അതൊക്കെ ഈ റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ അടിസ്ഥാന ധാരണകളാണ്. ഈ സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സെക്ഷുവലായിട്ടുള്ള ഭാഗം ആണ് അതിലേറ്റവും പ്രധാനം. അപ്പം അതിനൊരു വയലേഷൻ ഉണ്ടായാൽ അതിനേക്കാൾ മോശമായ ഒരു ക്രൈമും നമുക്കൊരു സ്ത്രീക്കെതിരെ ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പല വായനകളും ഇതിൻ്റെ അകത്ത് കലരുകയും ഇങ്ങനെയാവും. അത് കേരളത്തിലെ ഫെമിനിസവും അതിലേക്കായിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ സങ്കടകരമായ കാര്യം. അപ്പോൾ ഈ ഒരു കാലത്ത് ഭരണകൂടത്തെ വളരെ സംശയത്തോടെ നോക്കിയിരുന്ന പലരും നേരെ തിരിഞ്ഞ്, പലരും എന്നല്ല മിക്ക ഫെമിനിസ്റ്റുകളും അതിനെ അങ്ങനെയേ അല്ലാതാവുകയും ഭരണകൂടമാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. അതായത് ഒരു സെക്ഷൽ ഹാരസ്മെൻറ്റ് കേസ് ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മളാരും ചെന്നൊന്നും ചെയ്യുമൊന്നും വേണ്ട, നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി എന്ന ഒരു മനോഭാവം കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതി വഴി മതി, അല്ലാതെ വേറെ തരത്തിൽ, അതായത് ഈ പുരുഷന്മാരുടെ മനസ്സ് മാറ്റിയെടുക്കുക, പുരുഷന്മാരുടെ അവരിൽ നിന്ന് അവരെ കോൺട്രൈറ്റ് ആക്കുക, അവർ ചെയ്തത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാൻ അവരെ നിർബന്ധിക്കുക, അങ്ങനെയൊന്നുമല്ല. അയാളെ പിടിച്ച് ജയിലിലിട്ടാൽ മതി എന്നുള്ള പോലെ എന്താ പറയുക, ലളിതവൽക്കരണത്തിലേക്ക് ഇത് പോയി. സോ അതാണ് നമ്മൾ സമീപകാലത്ത് കാണുന്നത്. അതുകൊണ്ട് ഭരണകൂടം പറയുന്നിടത്ത് നിൽക്കും. എന്നാൽ അതേസമയം അങ്ങനെ നിൽക്കുന്നു ഈ NGOസിൻ്റെയൊക്കെ അവസ്ഥ. പക്ഷേ മറ്റൊരു വശത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വേറെ അതുപോലെ തന്നെയാണ് ഇപ്പം 2015 ആകുമ്പോഴേക്കും കേരളത്തിൽ ട്രാൻസ് ജനങ്ങൾ ഒത്തുവരുന്നു. അവരുടെ പലതരത്തിലുള്ള അവിടെയും ഒരു സർക്കാർ വൽകൃതമായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ഫ്രെയിംവർക്ക് അവർക്ക് സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന് ഒരുപാട് പലതും കിട്ടാനുണ്ട്, ചില സ്ഥാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സർക്കാർ അനുകൂലികളായിട്ടുള്ള ട്രാൻസ് വ്യക്തികൾ ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക.
സർക്കാരിനോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് കുറേ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രോമിസ് കൊടുക്കുക. അങ്ങനെ അവരെ മുഴുവൻ സർക്കാർ ആനുകൂലികളാക്കി നിർത്തുക, അവർക്ക് ഒരു മിനിമൽ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമാവും അവരുടെ പ്രൊട്ടക്ടർ ആരാണ്? സിവിൽ സമൂഹമല്ല. അപ്പം പണ്ടൊക്കെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സിവിൽ സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് ആൾക്കാരുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഫെമിനിസത്തിൻ്റെ ലക്ഷ്യം. പിന്നീട് എന്താ വെച്ചാൽ ഭരണകൂടത്തോട് ചേർന്ന് നിന്ന് ഭരണകൂടത്തിൻ്റെ കയ്യൂക്ക് ഉപയോഗിച്ച് നമ്മളെ ആക്രമിക്കുന്നവരെ നമ്മളെ ഒതുക്കുക, അവരെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആയി മാറുന്നു. അതേ പോക്കാണ് ഈ ട്രാൻസ് മൂവ്മെൻറ്റിന് സംഭവിച്ചത്. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് അതൊരു 10-20 വർഷം കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ ട്രാൻസ് മൂവ്മെൻറ്റിന് 2-3 വർഷം പോലും അത് വേണ്ടി വന്നോന്ന് എനിക്ക് സംശയം. അപ്പോൾ അങ്ങനെ ഈ ഫെമിനിസം ആയാലും ശരി, ട്രാൻസ് അവകാശങ്ങളുടെ വ്യവഹാരമായാലും ശരി, ഇതെല്ലാം തന്നെ ഇവരുടെ ഒപ്പം നിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഒരു വശത്തൂടെ നടക്കുമ്പോൾ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിലുണ്ടായ വലിയ മാറ്റങ്ങൾ, ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെ ഭാരമായാലും ജീവിത ഭാരമായാലും കുടുംബങ്ങളിൽ കൂടുതൽ സ്ത്രീകളുടെ തോളിൽ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേസമയം സ്ത്രീകൾക്ക് ഒരുപാട് ജോലി കിട്ടുന്നില്ല, അവർ ജോലി ചെയ്യുന്ന പരമ്പരാഗത മേഖലകളിൽ കൂലി കൂടുന്നില്ല. 2-3 തൊഴിലുകളൊക്കെ ചെയ്തിട്ടാണ് പലപ്പോഴും പാവപ്പെട്ട സ്ത്രീകൾ കുടുംബം പുലർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം 2015 കാലമൊക്കെ മുതൽ കേരളത്തിലെങ്ങും പലതരം സ്ത്രീ സമരങ്ങൾ നടക്കുന്നത്. അതിപ്പോൾ മൂന്നാറിൽ തോട്ടം തൊഴിലാളികളുടെ ഈ പെമ്പിളை ഒട്ടുമയെന്നുള്ള സമരം ആയാലും, നേഴ്സുമാരുടെ അടിസ്ഥാന കൂലിക്ക് വേണ്ടിയിട്ടുള്ള നേഴ്സുമാരുടെ സമരമായാലും, ഈ റീറ്റെയിൽ സെക്ടർ മേഖലയിൽ കടകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നടത്തുന്ന സമരങ്ങളായാലും, പിന്നീട് ഇപ്പം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആശാ വർക്കർ സമരം ആയാലും, ഇതെല്ലാം തന്നെ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ആരാണ് ഈ സ്ത്രീകൾ? ഇവരാരും ഈ ഫെമിനിസത്തിൻ്റെ ഒരു ആംബിറ്റിൻ്റെ ഉള്ളിൽ, കേരളത്തിലെ ഫെമിനിസത്തിൻ്റെ ആംബിറ്റിൻ്റെ ഉള്ളിൽ വരുന്നവരല്ല. ഇവരൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ കൂടെ നിന്ന്, പക്ഷേ സർക്കാർ ആണ് ഈ സ്ത്രീകളെ ഈ അവസ്ഥയിലെത്തിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ സംസാരിക്കാൻ ഒരു ഫെമിനിസം ഇവിടെ ഇല്ലാതെയായി. അതാണ് അതിൻ്റെ ഒരു ട്രാജിക്കായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ പൊതുവെ വരുന്ന പശ്ചാത്തലം, അവർ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിലും സ്ത്രീകളുടെ സ്വതന്ത്രമായ ലൈംഗിക ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെങ്കിലും ഈ ലെസ്ബിയൻ ആളുകൾ, പ്രത്യേകിച്ച് ലെസ്ബിയൻ സ്ത്രീകൾ, ഈ കേരളത്തിലെ അന്ന് സ്ത്രീവേദി പോലെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ്, അതായത് 1995 ഈ ബൈജിങ് സമ്മേളനത്തിന് ശേഷം ഇവിടുത്തെ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഈ സ്ത്രീവേദി. അപ്പോൾ സ്ത്രീവേദിയിലൊക്കെ സ്ത്രീവേദിയുടെ മുമ്പാകെ ഇപ്പോൾ ലെസ്ബിയൻ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ സംഘാടനം, ഇവരൊക്കെ ഈ ഫെമിനിസവുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ റൂഡായിട്ടുള്ള ഷോക്സാണ് അവർക്ക് കിട്ടിയത്. കാരണം വളരെ മോശമായ രീതിയിലാണ് ഫെമിനിസ്റ്റുകൾ പ്രതികരിച്ചത് അവരോട്. എന്നുവെച്ചാൽ ഇതൊന്നും ധാർമ്മികമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ ഇമ്മോറലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതെന്ന് വെച്ചാൽ അത് ഫെമിനിസ്റ്റുകൾ എന്ത് നിലപാടെടുത്താലും സമൂഹം മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2015 അതായത് ഇപ്പോൾ 10 വർഷമാകുന്നു, ആരും അത് ഓർക്കുന്ന പോലുമില്ല, കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്. അത് ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാർ അന്ന് ഉയർത്തിയൊരു ചോദ്യം അതാണ്. അതായത് റോഡിൽ സമരം ചെയ്താലും ചിലപ്പോൾ വെറുതെ അക്രമത്തിന് വേണ്ടിയാണെങ്കിലും എന്ത് ഹിംസയും നമുക്ക് കാണാം. റോഡ് സാധനങ്ങൾ തല്ലിപ്പൊളിക്കലായിരിക്കും, മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കൊല്ലലായിരിക്കും. ഇതൊക്കെ ഒന്നും കാണുന്നതിനൊരു വിഷമവുമില്ല, ആർക്കും ഒരു ഇതുമില്ല. പക്ഷേ 2 പേര് ഒരു വഴിവക്കിൽ നിന്ന് ചുംബിച്ചു പോയാൽ അതിഭയങ്കരമായ പ്രതിഷേധം, അങ്ങനെ ഇങ്ങനെ സമൂഹം തകർന്നു പോകുന്നു. അപ്പോൾ ഈ പരസ്പര ഹിംസ കൊണ്ട് തകർന്നു പോകാത്ത ഒരു സമൂഹം പരസ്പര സ്നേഹം കൊണ്ടെങ്ങനെ തകർന്നു പോകും എന്ന ചോദ്യമാണ് ഈ 2015 കിസ് ഓഫ് ലവ് സമരങ്ങൾ ഉയർത്തിയത്. അത് ശരിക്കും കേരളത്തിൽ ഫെമിനിസ്റ്റുകൾ ഉയർത്തേണ്ട മുദ്രാവാക്യമായിരുന്നു. പക്ഷെ അവരല്ല ഉയർത്തിയത് അതിന് പുറത്തു നിന്ന് പിന്നീട് അവർ ഫെമിനിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വന്നവരൊന്നുമല്ല എന്ന് മാത്രമല്ല, തുടക്കത്തിൽ എല്ലാവർക്കും ഭയങ്കര സംശയമായിരുന്നു, ഇതെന്തോ വേണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അതാ ഞാൻ പറയുന്നത്, ഫെമിനിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമൂഹം മാറുന്നതനുസരിച്ച് ഈ പറഞ്ഞ പിതൃമേധാവിത്വവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കും.
ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ പിതൃമേധാവിത്വമായിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടി സമീപകാലത്ത് ജയിച്ച 2 സ്ത്രീകൾ, രണ്ടുപേരും ഫെമിനിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. തുടക്കത്തിലല്ല, ഇപ്പോഴതെ, പക്ഷെ അന്നല്ലായിരുന്നു. ആ ഹാദിയ എന്ന് പറയുന്ന യുവതി, ഹാദിയ അശോകൻ, 2017 കല്യാണം സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറി ആ മതത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ സ്വീകരിച്ചു എന്നുള്ള പേരിൽ ലോകം മുഴുവൻ വലിച്ചഴക്കപ്പെട്ട സ്ത്രീയാണ്. ഒരു ശകലം പോലും വിട്ടുകൊടുക്കാതെ അവർ എഴുന്നേറ്റ് നിന്ന് ആ സമരം ചെയ്യിച്ചു. അവർ ഫെമിനിസ്റ്റുകൾ, അവരെ ഒരു ഫെമിനിസ്റ്റുകളും സഹായിച്ചില്ല. അവരെ ഫെമിനിസ്റ്റുകളൊക്കെ വളരെ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. രണ്ടാമത് അതുപോലത്തെ ഒരു സമരം ഉണ്ടായത് 2021 അനുപമ ചന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ കുഞ്ഞിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയ സർക്കാർ സംവിധാനത്തിലൂടെ പിന്നെ കടത്തി കൊണ്ടുപോയ അവരുടെ കുഞ്ഞിന് വേണ്ടി നടത്തിയ സമരമാണ്. അവിടെ ഒരു ദലിത് പുരുഷനെ കല്യാണം കഴിച്ചു എന്നുള്ള പേരിലാണ്, ദലിത് പുരുഷനുമായി പ്രണയത്തിലായി അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളതായിരുന്നു അവൾക്കെതിരെ. അന്നും അവൾ ഫെമിനിസ്റ്റൊന്നുമല്ല, പക്ഷേ അവൾ നടത്തിയ സമരം ഭരണകൂടത്തിനെതിരെ ഐതിഹാസികമായ സമരമായിരുന്നു. അന്നും കൃത്യം വിരലിലുണ്ടാവുന്ന, നമ്മളൊന്നും ഒഫീഷ്യൽ ഫെമിനിസ്റ്റുകളല്ല, ഞാനൊന്നും അല്ല, നമ്മളൊക്കെ ഫെമിനിസ്റ്റുകൾ വെറുക്കുന്ന, ഞങ്ങളൊക്കെ ഫെമിനിസ്റ്റുകളെന്ന് സ്വയം പറയുന്നവരാണ്. പക്ഷേ മുഖ്യധാര ഫെമിനിസത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ 8 പേരാണ് ആകെ ഉണ്ടായിരുന്നത് കൂടെ നിൽക്കാൻ. അപ്പം വോട്ടെവർ അത് ജയിച്ചതും ഇതൊന്നും കൊണ്ടല്ല. ഈ ആശാവർക്കർമാരുടെ സമരത്തെ എത്ര ഫെമിനിസ്റ്റുകൾ കേരളത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഒഫീഷ്യൽ ഫെമിനിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നതായിരിക്കും, ചിലപ്പോൾ വല്ല പെറ്റീഷനിലൊക്കെ ഒരു ഒപ്പൊക്കെ ഇടുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആ സമരത്തിൻ്റെ ഒരു കാലികമായ പ്രസക്തിയും ചരിത്രപരമായ പ്രാധാന്യവും, അതായത് ഇത് സ്ത്രീകളുടെ സമരം മാത്രമല്ല, സ്ത്രീകളുടെ അധ്വാനത്തിന് വില കിട്ടണം എന്ന് പറഞ്ഞ് നടത്തുന്ന സമരമാണ്. അത് തിരിച്ചറിയാൻ പോലും മുഖ്യധാര ഫെമിനിസത്തിന് കഴിയാത്ത പോലെ സർക്കാർ വൽകൃതമായി പോയി അത്. സോ ദാറ്റ് ഈസ് ദ ലോങ് സ്റ്റോറി of feminism in the late 20th century and the present.